ഹർഷ, നേമത്ത് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് ആഴ്ചകൾ മുൻപ് തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിയമം പിടിച്ചെടുക്കാൻ ബി.ജെ.പി കച്ചകെട്ടി ഇറങ്ങുമ്പോൾ ഇപ്പുറത്ത് കോൺഗ്രസും ഇടതുപക്ഷവും ആരെയായിരിക്കും സ്ഥാനാർത്ഥിയാക്കുക എന്ന ചർച്ചകൾ അന്ന് മുതലേ തുടങ്ങിയിരുന്നു. അപ്പോൾ ശിവൻകുട്ടിയെ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയാക്കുക എന്ന് നിരീക്ഷിച്ചിരുന്നു എങ്കിൽ പോലും ശിവൻകുട്ടി പറഞ്ഞിരിക്കുകയാണ് താൻ മത്സരിക്കാൻ തയ്യാറല്ല, താൻ മത്സരിക്കില്ല എന്ന്. പക്ഷേ അതിനൊപ്പം ചേർത്ത് തന്നെ പറയുന്നു പാർട്ടിയുടെ തീരുമാനം എന്ത് തന്നെ ആയാലും അതനുസരിക്കും എന്ന് തന്നെ. അപ്പോൾ ഇടതുപക്ഷം ഭയക്കുന്നുണ്ടോ നേമത്ത് നിന്ന് മത്സരിച്ചാൽ തോറ്റുപോകുമെന്ന്? ഇല്ല, ശിവൻകുട്ടി അല്ലാതെ മറ്റാരെങ്കിലും അവിടെ നിർത്തിയാൽ ചിലപ്പോൾ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ള ഭയം യഥാർത്ഥത്തിൽ CPM-നുണ്ട്. അത് നേമത്ത് മാത്രമല്ല, മറ്റ് പലയിടങ്ങളിലും തോൽവി പ്രതീക്ഷിച്ചുകൊണ്ടാണ് CPM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും BJP-ക്ക് നേമത്ത് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന CPM-ന് അത്രത്തോളം ജനങ്ങൾക്കുള്ളിൽ സ്വാധീനമുള്ള ഒരു നേതാവിനെ നിർത്തണം, അല്ലെങ്കിൽ സ്റ്റാർ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം അറിയപ്പെടുന്ന ഒരു നേതാവിനെ നിർത്തണം എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അതിനുവേണ്ടി ചിലപ്പോൾ വി ശിവൻകുട്ടിയെ തന്നെ നിർത്താൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിൽ ശിവൻകുട്ടിയെ നിർത്തണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടെങ്കിലും ശിവൻകുട്ടി പരസ്യമായി തനിക്ക് താല്പര്യമില്ല, പാർട്ടി പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അനുസരിക്കും, പക്ഷേ വ്യക്തിപരമായി നിൽക്കില്ല എന്നുള്ളൊരു രീതിയിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞത് കൊണ്ട് തന്നെ ഇനി പാർട്ടിയുടെ തീരുമാനം നിർണായകമാണ് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ KK ശൈലജ ആ സ്ഥാനത്ത് വരാൻ സാധ്യതയുണ്ട്, നേമത്ത് മത്സരിക്കുമെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇനി എവിടെ പോയി അവസാനിക്കും എന്നുള്ളത്. ഇപ്പോൾ ശിവൻകുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്, അദ്ദേഹത്തെ നേമത്ത് മത്സരിപ്പിച്ചാൽ മാത്രമേ വിജയിക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറയുമ്പോഴും തോറ്റ സ്ഥലം കൂടിയാണ് എന്ന് നമ്മൾ മറന്നുപോയത്. അദ്ദേഹം 2011-ലും 2016-ലും 2021-ലും ഒക്കെ മത്സരിച്ചിട്ടുണ്ട്. ഇനി 2026-ലാണ് അങ്കത്തട്ടിൽ വീണ്ടും ഇറങ്ങുന്നത്. പക്ഷെ 2016-ൽ നേമത്ത് BJP ആദ്യ അക്കൗണ്ട് തുറക്കുന്നത് ശിവൻകുട്ടിക്കെതിരെ മത്സരിച്ചപ്പോഴായിരുന്നു. ഓ രാജഗോപാലാണ് അന്ന് BJP-ക്ക് വേണ്ടി ആദ്യ സീറ്റ് തുറന്നു കൊടുക്കുന്നത്. പല കാരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അവിടെ തോൽവി സംഭവിച്ചു എന്നുള്ളത് വസ്തുതയാണ്. അത് നമുക്കൊരിക്കലും മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എക്സ്ക്യൂസസ് ആക്കി കണക്കാക്കാനോ ഒന്നും കഴിയുന്ന കാര്യങ്ങളല്ല. അതുപോലെ തന്നെ 2016 ആവർത്തിക്കുമോ 2026 എന്നുള്ള ഒരു ഭയം. കാരണം രാജീവ് ചന്ദ്രശേഖറാണ് അവിടെ മത്സരിക്കുന്നത്. നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെതിരെയാണ് അദ്ദേഹം മത്സരിച്ചത്. അദ്ദേഹം വ്യക്തമായ കുറെ വോട്ടുകൾ പിടിക്കുകയും ചെയ്തിരുന്നു. ഒരു 10,000 വോട്ടിന്റെ വെറും ഭൂരിപക്ഷത്തിലായിരുന്നു ശശി തരൂർ അവിടെ വിജയിച്ചത്. അപ്പോൾ നേമം പോലൊരു സ്ഥലത്ത് BJP-ക്ക് വളർച്ചയുള്ളൊരു സ്ഥലത്ത് അത്തരം ഒരു വലിയ വിജയത്തിലേക്ക് ഇത് പോകാനുള്ള സാധ്യത BJP കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നേമത്ത് കിട്ടിയ വോട്ടുകൾ അതായത് ഇപ്പോൾ വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ അവർക്ക് കിട്ടിയ വോട്ടുകൾ, സമാഹരിക്കാൻ കഴിഞ്ഞ വോട്ടുകൾ, പിടിച്ചെടുക്കാൻ പറ്റിയ വാർഡുകൾ, ഇതെല്ലാം നിർണായകമായി തന്നെയാണ് BJP കാണുന്നത്. BJP നിയമം പിടിക്കുമെന്ന് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഈ ആത്മവിശ്വാസം തന്നെ ആയിരിക്കാം എനിക്ക് തോന്നുന്നു UDF-നും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനും ഒരു തിരിച്ചടിയായി ഇപ്പോൾ നിൽക്കുന്നത്. അതെ, ഇപ്പോ ഇനിയിപ്പോൾ നമ്മൾ നോക്കി കാണേണ്ടത് UDF ഇവിടെ ആരെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തും എന്നുള്ളതാണ്. നേമത്തെ തരത്തിൽ നമുക്ക് അറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിനനുബന്ധിച്ച് ഇത്തരത്തിൽ നേമത്തെ സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ വലിയ രീതിയിൽ ജനങ്ങൾക്ക് ആത്മവിശ്വാസം, കോൺഗ്രസിനും അതുപോലെ തന്നെ കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള ആളുകൾക്കും വലിയ ആത്മവിശ്വാസമായിരുന്നു ഷജീറിന് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളത്. പക്ഷെ അവിടെ തിരിച്ചടിയായിക്കൊണ്ട് BJP-യുടെ വളർച്ചയായിരുന്നു തദ്ദേശത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ അതുപോലെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ തിരിച്ചടി CPM-ന് ഉണ്ടാകുമോ എന്നുള്ളത്. കാരണം ശിവൻകുട്ടിയെ മത്സരിപ്പിക്കും, അല്ലെങ്കിൽ ശിവൻകുട്ടി എന്ന് പറയുന്ന അത്രത്തോളം വലിയൊരു മുതിർന്ന നേതാവ് എന്നൊക്കെ പറയുമ്പോൾ പോലും അദ്ദേഹത്തെ ഇന്നിപ്പോൾ പൊതുജനം എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചേർന്നുകൊണ്ട് CPM-നെയും CPI-യെയും ഒരുപോലെ പറ്റിച്ച് PM-ശ്രീയിൽ ഒപ്പുവെക്കാൻ മുന്നിൽ നിന്നത് ശിവൻകുട്ടിയാണ് എന്നൊരു ചീത്തപ്പേര് ശിവൻകുട്ടിക്ക് ഏറ്റവും ഒടുവിലായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറം മറ്റു പല കാര്യങ്ങളും നിയമസഭയിൽ ഉണ്ടായിരുന്ന വഴക്കുകളാണെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന പിഴവുകളെല്ലാം തന്നെയും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം മത്സരിച്ചാൽ വിജയം ഉറപ്പാക്കാൻ എന്തായാലും CPM-ന് സാധിക്കില്ല എന്നുള്ളതാണ്. അതിനപ്പുറം ഇദ്ദേഹം പറയുന്നുണ്ട് മത്സരിക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഇനി മറ്റാരെയെങ്കിലും നിർത്താനും സാധ്യതകൾ നമുക്ക് കാണുന്നുണ്ട്. കാരണം അദ്ദേഹം ഞാൻ മത്സരിക്കാനില്ല, പക്ഷെ പാർട്ടി പറഞ്ഞാൽ അനുസരിക്കാം എന്നൊരു ക്ലോസോടുകൂടി പറഞ്ഞു കഴിയുമ്പോൾ പാർട്ടി ഒരു തീരുമാനം, ഇപ്പോൾ മത്സരിക്കണം എന്നൊരു തീരുമാനം എടുത്താൽ അവിടെ ഒരു കോൺട്രവേഴ്സി വരുവാണല്ലോ. അവിടെ ഒരു താല്പര്യങ്ങൾക്കെതിരെ മത്സരിപ്പിക്കുന്നു എന്നുള്ളൊരു പക്ഷം വരും. പക്ഷെ ഈ പാർട്ടിയോടുള്ള വിധേയത്വം ഈ പറഞ്ഞ എല്ലാ മുതിർന്ന നേതാക്കൾക്കും അതുപോലെ തന്നെ പ്രവർത്തകർക്കും ഒരുപോലെ ഉള്ളിടത്തോളം കാലം തീരുമാനമെടുക്കാം. പാർട്ടി മത്സരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ മത്സരിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങും. പക്ഷേ നമ്മൾ ശിവൻകുട്ടിയെ വില കുറച്ച് കാണേണ്ട കാര്യമില്ല.
കാരണം ശിവൻകുട്ടിക്ക് നിയമത്തുള്ള ഹോൾഡ് അത്രത്തോളമാണ്. ഇപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ ഉണ്ടായ രാഷ്ട്രീയപരമായ വിഷയങ്ങൾ, രാഷ്ട്രീയപരമല്ലാത്ത ഈ ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള വിഷയങ്ങൾ, പല മേഖലയിലുള്ള പല വിഷയങ്ങളും ഇതിനെ നന്നായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും ശിവൻകുട്ടി അങ്ങനെ നിയമത്തിൽ നിന്നാൽ തോറ്റുപോകുന്ന ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയുമല്ല. അതെ, പക്ഷേ തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് CPM മുന്നോട്ട് പോകുന്നത്. കാരണം അത്രത്തോളം കടുത്ത പോരാട്ടമായിരിക്കും നിയമത്ത് കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനപ്പുറത്തേക്ക് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന നിയമത്ത് മാത്രമല്ല മറ്റു പലയിടങ്ങളിലും കേരളം ഒട്ടാകെ തന്നെ ഒരു ഭയത്തോടു കൂടിയാണ് CPM ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുമ്പോഴുള്ള CPMന്റെ നീക്കങ്ങൾ? കാരണം തന്ത്രപരമായ നീക്കങ്ങളില്ലാതെ ഒരു വിജയം അല്ലെങ്കിൽ ഒരു തുടർഭരണം ഇവർക്ക് നേരിടാൻ സാധിക്കും, അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ അല്ലെങ്കിൽ CPMന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന ഒരു തീരുമാനമായിരുന്നു രണ്ട് ടേം ഒരുമിച്ച് മത്സരിച്ച ആളുകൾ മൂന്നാമതൊരു ടേം മത്സരിക്കേണ്ട, അല്ലെങ്കിൽ വിജയിച്ച ആളുകൾ വീണ്ടും മത്സരിക്കേണ്ട എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന ശിവൻകുട്ടിയാണെങ്കിലും ഒരു തവണ മത്സരിച്ച് വിജയിച്ചു, രണ്ടാമത് തോൽവി ഏറ്റുവാങ്ങിയെങ്കിലും മൂന്നാമത് മത്സരിച്ചപ്പോൾ വിജയിച്ചു കഴിഞ്ഞു. അതായത് രണ്ട് ടേം പൂർത്തിയാക്കി കഴിഞ്ഞ ഒരാളായതുകൊണ്ട് ഇനി ഈ പറഞ്ഞ നിബന്ധനയ്ക്ക് ഒരു ഇളവ് നൽകിക്കൊണ്ടായിരിക്കണം ശിവൻകുട്ടിയെ വീണ്ടും മത്സരിപ്പിക്കണം എന്നുള്ളത്. ചില നേതാക്കൾക്ക് ഇത്തരത്തിലുള്ള ഇളവുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണെങ്കിൽ പോലും ഇനിയിപ്പോൾ ശിവൻകുട്ടിയെ ഇത്തരത്തിൽ ഇളവ് കൊടുക്കുമ്പോൾ മാറ്റി നിർത്തപ്പെട്ട മറ്റു നേതാക്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുക എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം CPMനെ സംബന്ധിച്ച് എത്രയൊക്കെ പാർട്ടിയുടെ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുകൊണ്ട് പോകുന്ന നേതാക്കളാണെങ്കിലും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അവർ പ്രതികരിക്കും. അതിൽ നമുക്ക് സംശയമൊന്നും വേണ്ട. അപ്പൊ ശിവൻകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസരം കൊടുത്താൽ അവസരം നൽകാതെ മാറ്റി നിർത്തപ്പെട്ട നേതാക്കന്മാർ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള നേതാക്കന്മാരാണ് സമ്മതിക്കുന്നു. പക്ഷെ എന്നാൽ പോലും പുതുമുഖങ്ങൾക്ക് കൂടുതൽ ഒരു 30-40% പോലും പുതുമുഖങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാതെ കൂടുതലും ഈ പറയുന്ന എല്ലാ വർഷങ്ങളായി ഈ സ്ഥാനത്തിരിക്കുന്നവരെ തന്നെ വീണ്ടും വീണ്ടും മത്സരിപ്പിച്ച് കൊണ്ടുപോകുന്നതിലുള്ള ലോജിക്ക് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഒരു രണ്ടാം നിരയെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് രണ്ടാം നിര അത്ര ശക്തമല്ല. ഇപ്പോൾ നമ്മൾ വളരെ ശക്തരായി മുന്നോട്ട് വരുമെന്ന് വിചാരിച്ച പല നേതാക്കളും ഇപ്പോൾ ഉൾവലിയുന്ന സാഹചര്യം നമ്മൾ കണ്ടു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് കാരണമാണ് ഇവരെല്ലാം മുൻവലിഞ്ഞു പോയത് എന്നതിനെ പറ്റി അറിയില്ല എങ്കിൽ പോലും ഒരു രണ്ടാം നിര ഇപ്പോൾ കോൺഗ്രസിന് വെക്കാനുള്ളത് പോലെ ഒരു രണ്ടാം നിര ഇടതുപക്ഷത്തിനില്ല. അപ്പോൾ ഈ മുതിർന്ന നേതാക്കളെ തലങ്ങും വിലങ്ങും മന്ത്രിമാരാക്കി അധികാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഓൾട്ടർനേറ്റീവ് അല്ലാതെ അവർക്ക് ഇല്ല എന്ന് തോന്നുന്നു.